നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പുണ്ടാകാൻ സാധ്യത. വന്യമൃഗശല്യം മന്ത്രിയോട് പരാതിപ്പെട്ടതെല്ലാം ചെന്നെത്തിയത് ബധിരകർണങ്ങളിൽ. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. ബോംബ് നിർമ്മാണം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി. 5 ലക്ഷം പേർക്ക് ഗുണം കിട്ടുന്ന കുടിയേറ്റ പദ്ധതിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. 2020 സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. അമേരിക്കയുടെ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. വാർത്തകൾ വിശദമായി. ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് BJPയും പ്രതിപക്ഷ ഇന്ത്യ സഖ്യവും നിലപാട് കടുപ്പിച്ചതോടെ ചരിത്രത്തിലാദ്യമായി ഈ സ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പുണ്ടാകാൻ സാധ്യത. സ്പീക്കർ സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ഇന്നലെ നടന്ന NDA നേതൃയോഗത്തിൽ BJP വ്യക്തമാക്കി. എന്നാൽ കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷത്തിന് ലഭിക്കേണ്ട ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുന്നില്ലെങ്കിൽ സ്പീക്കർ പദവിയിലേക്ക് മത്സരം അനിവാര്യമാകുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ജൂൺ 24-ന് തുടങ്ങുന്ന MP-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബുധനാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷവുമായി നീക്കുപോക്കുണ്ടാക്കാൻ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വരെ BJPക്ക് സമയമുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പുകളെല്ലാം ഏകകണ്ഠമായാണ് നടന്നത്. 1999-ൽ വാജ്പേയിയുടെ കാലത്ത് സഖ്യകക്ഷിയായിരുന്ന TDPയുടെ GMC ബാലയോഗിയും പിന്നീട് ശിവസേനയിലെ മനോഹർ ജോഷിയും സ്പീക്കർമാരായിരുന്നു. ഇത്തവണ സഖ്യകക്ഷി സർക്കാരാണെങ്കിലും സ്പീക്കർ പദവി BJPക്ക് വേണമെന്ന് പാർട്ടി കർശന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. BJP ആന്ധ്രാപ്രദേശ് സംസ്ഥാന അധ്യക്ഷനും TDP നേതാവും മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ സഹോദരിയുമായ D. പുരന്ദരേശ്വരിയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മുന്നിലുള്ളത്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കൂറുമാറിയ പുരന്ദരേശ്വരിയുടെ നേതൃത്വത്തിലാണ് BJPയും TDPയും സഖ്യമുണ്ടാക്കിയത്. പുരന്ദരേശ്വരിയുടെ പദവിയിലൂടെ സ്പീക്കർ സ്ഥാനത്തിന് അവകാശമുന്നയിച്ച തെലുങ്കുദേശത്തെയും നായിഡുവിനെയും മയപ്പെടുത്താനാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ആന്ധ്രയിലെ ഉന്നത നേതാവായിരുന്ന NT രാമറാവുവിന്റെ മകൾ എന്നതും TDPക്കും BJPക്കും ഒരുപോലെ സ്വീകാര്യ എന്നതും പുരന്ദരേശ്വരിക്ക് അനുകൂലമാകും. കോൺഗ്രസിന്റെ മുൻ നേതാവായ പുരന്ദരേശ്വരി UPA സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. എന്നാൽ ഒഡീഷയിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവ് ഭർതൃഹരി മഹ്താബിന്റെ പേരും പരിഗണനയിലുണ്ട്. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിലെ കാട്ടാന ശല്യം പരിഹരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം കടുപ്പിക്കുമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. വനം മന്ത്രിയോട് പരാതി പറഞ്ഞതെല്ലാം ചെന്നെത്തിയത് ബധിരകർണങ്ങളിലെന്നാണ് ബിഷപ്പിന്റെ വിമർശനം. ഇരിട്ടിയിലെ പാലത്തുംകടവിൽ കഴിഞ്ഞ ദിവസം കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികളുമൊത്ത് സന്ദർശിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. നീതിയുടെ നിഴലിൽ ഒരു സമൂഹത്തെ ആകെ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് സർക്കാരിന് തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന് പറയാൻ സാധിക്കുക? ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയോട് ഇത്തരം കാര്യങ്ങൾ അനേകവട്ടം ആവർത്തിച്ചു എങ്കിലും അവയൊക്കെയും ചെന്ന് പതിച്ചത് ബധിരകർണങ്ങളിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. കണ്ണൂർ ജില്ലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലങ്ങളാണ് ഇരിട്ടിക്ക് സമീപമുള്ള പാലത്തുംകടവും കച്ചേരിക്കടവും മുടിക്കയവും. 2 ആഴ്ച മുന്നേ കച്ചേരിക്കടവിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ഇപ്പോഴും കാട് കയറിയിട്ടില്ല. നിരവധി കർഷകരുടെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ സന്ദർശനം നടത്തിയത്. പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ആറളം ഫാമിൽ നിന്ന് തുരത്തുന്ന കാട്ടാനകളും കർണാടകയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്നെത്തുന്ന ആനകളുമാണ് നാട്ടുകാർക്ക് ആശങ്കയാകുന്നത്. 5 വർഷം മുൻപ് ഉണ്ടാക്കിയ ഫെൻസിംഗ് തകർന്നു. നന്നാക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. DFOയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ താൽക്കാലിക പരിഹാരം ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ സണ്ണി ജോസഫ് MLAയുടെ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ഒരു കാലവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിങ്ങൾക്ക് കണക്റ്റില്ല. നിങ്ങൾ 25 ഓ 50 കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കിയ
സാർ 85-90 വയസ്സ് 85-90 വയസ്സിനിടയിലുണ്ട് ഇപ്പോൾ മരിച്ച ആ വയോധികൻ. പറമ്പിൽ തേങ്ങ പറക്കാൻ പോയ ആളാണ്. കണ്ടിട്ട് ഈ സ്റ്റീൽ പാത്രം കണ്ട് അതിനകത്ത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കിയതാ. സാർ മുഖം പോലും ഉണ്ടായില്ല, വികൃതമായി. എത്ര ക്രൂരമായ രീതിയിലാണ് സാർ ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടത്. നിങ്ങളിത് ആർക്കെതിരെയാണ് സാർ ബോംബുണ്ടാക്കുന്നത്? ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? എത്രമാത്രം അവര് ഈ പാനൂരിൽ തുടർച്ചയായ ബോംബ് സ്ഫോടനം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. നിങ്ങൾ എന്തായാലും RSSകാര് എറിയാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ഊർജിതമായി പരിശോധനകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എരിഞ്ഞോളി സംഭവം ഒറ്റപ്പെട്ടതല്ലെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് സണ്ണി ജോസഫ് പറഞ്ഞു. നിരപരാധികൾ കണ്ണൂരിൽ ബോംബ് പൊട്ടി മരിക്കുന്നത് ആവർത്തിക്കുകയാണ്. കണ്ണൂരിൽ ബോംബ് നിർമ്മാണം നടക്കുന്നത് CPM നേതൃത്വത്തിലാണ്. പാർട്ടി ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കേണ്ട നിലയിലേക്ക് CPM മാറുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. P. ജയരാജന്റെ മകന് ബോംബ് നിർമ്മിക്കുമ്പോൾ പൊട്ടി പരിക്കേറ്റിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പഴയ ചരിത്രം പരിശോധിച്ചാൽ എന്തൊക്കെ പറയണമെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിച്ച നിലവരെ ഉണ്ടായില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. സമാധാന അന്തരീക്ഷമാണ് കണ്ണൂരിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട സാഹചര്യമില്ല. എരിഞ്ഞോളി സ്ഫോടനത്തിൽ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ തുറക്കരുതെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CPM ഗ്രൂപ്പ് പോരിന് വരെ കണ്ണൂരിൽ ബോംബ് ഉപയോഗിക്കുന്നു. CPM ആയുധം താഴെ വെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കണ്ണൂർ കുടക്കളം സ്വദേശി വേലായുധൻ 18/6/2024 ഉച്ചക്ക് 12 മണിയോടെ വീടിന് സമീപത്തെ കണ്ണോളി മോഹൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കിട്ടിയ സ്റ്റീൽ വസ്തു പരിശോധിക്കുന്നതിനിടെ അത് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ് മരണപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായി. പോലീസ് ഇക്കാര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളിച്ച് ക്രൈം നമ്പർ 607/2024 തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്നു. പാനൂരിൽ ഈയിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഊർജിത അന്വേഷണം നടത്തി കുറ്റക്കാരായ 15 പേരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും മറ്റും തടയുന്നതിന് ശക്തമായ നടപടികളും പരിശോധനയുമാണ് പോലീസ് നടത്തിവരുന്നത്. ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും അനധികൃത നിർമ്മാണവും ശേഖരണവും തടയുന്നതിനും കണ്ടെത്തുന്നതിനുമായി കോറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരന്തരം റെയ്ഡുകൾ നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയെ ഉൾപ്പെടുത്തി വ്യാപകമായ വാഹന പരിശോധനകളും പെട്രോളിങ്ങും നടത്തി വരുന്നു. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത് ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും സംഭവങ്ങൾ അമർച്ച ചെയ്യുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ഊർജിതമായ പരിശോധനകൾ നടത്തുന്നതാണ്. CPM സംസ്ഥാന സമിതിയിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് നേതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും വിമർശനമുയർന്നു. CPM സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയും പാർട്ടിയും രണ്ട് തട്ടിലാണെന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് പിന്നീടുണ്ടായത്. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളടക്കം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. CPM-ഉം LDF-ഉം അഭിമാന നേട്ടമായി കണക്കാക്കിയിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയിരുന്നു. ഇത് അടക്കം LDF-ന്റെ തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു വിമർശനം. ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങുന്നതിന് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ താഴെത്തട്ടിൽ പാർട്ടിക്ക് കൂടുതൽ സംഘടനാ ശക്തി ആവശ്യമാണെന്ന ആവശ്യവും ഉയർന്നു. കാരണം പല മണ്ഡലങ്ങളിലും ഇടതു കോട്ടകളെന്ന് അറിയപ്പെടുന്നിടത്തു പോലും CPM-ൽ നിന്ന് വോട്ട് ചോർച്ചയുണ്ടാവുകയും BJPക്ക് അവിടെ നേട്ടമുണ്ടാവുകയും ചെയ്തു. കേഡർ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ടായി.
ഇതിനെ ഗൗരവത്തോടെയാണ് CPM കാണുന്നത്. തിരഞ്ഞെടുപ്പ് വേളയിൽ ചില നേതാക്കൾക്ക് നാക്കുപിഴയുണ്ടായതും തിരിച്ചടിയായെന്നും വിലയിരുത്തലുണ്ട്. കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കുവൈറ്റ് സർക്കാർ $15,000 വീതം ധനസഹായം നൽകുമെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യക്കാരടക്കം 50 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. 24 പേർ മലയാളികളാണ്. എംബസി വഴിയാകും തുക കൈമാറുക. തെക്കൻ കുവൈറ്റിലെ മംഗഫിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലെ 6 നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. അപകട സമയത്ത് കെട്ടിടത്തിൽ 176 പേരുണ്ടായിരുന്നു. മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിൽ 12 പുലർച്ചെ 4 തീപിടുത്തമുണ്ടായത്. തൊഴിലാളികൾ ഉറക്കത്തിലായിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. പുക ശ്വസിച്ചാണ് കൂടുതൽ പേര് മരിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. സംഭവത്തിന് പിന്നാലെ കെട്ടിട ഉടമയെയും സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തിരുന്നു. കുവൈറ്റ് സർക്കാരിന് പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രവാസി വ്യവസായികളും ഉൾപ്പെടെയുള്ളവർ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ജീവനക്കാർ ജോലി ചെയ്തിരുന്ന NBTC കമ്പനിയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധയിൽ പരിശോധന ഫലം ലഭിച്ച ശേഷം നടപടിയെന്ന് ആരോഗ്യവകുപ്പ്. ആശാ വർക്കർമാരെ ഉപയോഗിച്ച് കണക്കുകൾ ശേഖരിക്കുന്ന നടപടി ഇതിനോടകം ആരംഭിച്ചു. ഫ്ളാറ്റിലെ കുടിവെള്ള സ്രോതസ്സിൽ ഇക്കോളി ബാക്ടീരിയ കലർന്നിട്ടുണ്ടെന്ന പരിശോധന റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ചെന്ന ആരോപണവും വിശദമായി പരിശോധിക്കും. സാഹചര്യം പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർക്ക് ഛർദിയും വയറിളക്കവും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. 350ഓളം താമസക്കാർ ഇതേ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 5 വയസ്സിന് താഴെയുള്ള 25 കുട്ടികൾക്കുൾപ്പെടെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് DLF ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് എത്തി എല്ലാ സ്രോതസ്സുകളും അടയ്ക്കുകയും വൃത്തിയാക്കുകയും ചെയ്തു. പ്രശ്നം കൂടുതൽ രൂക്ഷമാകില്ലെന്ന് കരുതുന്നു. വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനകൾ തുടരും. രോഗബാധയുടെ കാരണം എന്തെന്ന് വ്യക്തമല്ല. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ എന്താണ് കാരണമെന്ന് പറയാൻ സാധിക്കൂ എന്നും ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സംഭവത്തിൽ ഫ്ളാറ്റ് അസോസിയേഷനെതിരെ താമസക്കാരും രംഗത്തു വന്നു. ഇക്കോളായി ബാക്ടീരിയയുടെ സാന്നിധ്യം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. എന്നിട്ടും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയില്ലെന്നുമാണ് താമസക്കാർ പ്രതികരിച്ചത്. സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിരുന്നു. ഗൗരവകരമായ വിഷയമാണ് ഉണ്ടായത്. ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ പൗരന്മാരെ വിവാഹം ചെയ്ത അനധികൃത കുടിയേറ്റക്കാർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയുമായി പ്രസിഡന്റ് ജോ ബൈഡൻ. 10 വർഷമായി അമേരിക്കയിൽ താമസിക്കുന്ന ഇത്തരക്കാർക്ക് തൊഴിലെടുക്കാനുള്ള അവകാശം നിയമപരമായി ലഭിക്കും. അതേസമയം ബൈഡന്റെ നീക്കത്തിനെതിരെ കുടിയേറ്റ വിരുദ്ധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. 5 ലക്ഷത്തിലധികം പേർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്ന് വൈറ്റ് ഹൗസ് കരുതുന്നു. ഇതിൽ പകുതിയും മെക്സിക്കോയിൽ ജനിച്ചവരാണ്. അനധികൃത കുടിയേറ്റക്കാർക്കായി അമേരിക്കയിൽ നടപ്പാക്കുന്ന ഏറ്റവും പ്രധാന പദ്ധതികളൊന്നാണിത്. നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കുടിയേറ്റം പ്രധാന വിഷയമാണെന്ന് അഭിപ്രായ സർവേകളിൽ തെളിഞ്ഞ പശ്ചാത്തലത്തിലാണ് ബൈഡന്റെ സുപ്രധാന നീക്കം. പുതിയ പദ്ധതിയുടെ ആനുകൂല്യത്തിന് യോഗ്യതയുള്ളവർക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷ നൽകാം. 3 വർഷത്തേക്ക് തൊഴിലെടുക്കാനുള്ള പെർമിറ്റും ലഭിക്കും. അനധികൃത കുടിയേറ്റക്കാരിൽ നൈപുണ്യം വേണ്ട ജോലികളിൽ US യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി നേടിയവർക്കും ജോലി വാഗ്ദാനം ലഭിച്ചവർക്കും വിസ നടപടികൾ ലളിതമാക്കുന്നതിനെക്കുറിച്ചും ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. ബൈഡന്റെ നീക്കത്തിനെതിരെ കുടിയേറ്റ വിരുദ്ധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. മദ്യനയത്തിൽ ഒരു ശുപാർശയും ടൂറിസം വകുപ്പ് സർക്കാരിന് നൽകിയിട്ടില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ടൂറിസം ഡയറക്ടർ പ്രതിമാസം 40-ലധികം യോഗങ്ങൾ വിളിക്കുമെന്നും അതെല്ലാം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ ചോദ്യോത്തരവേളയിൽ റോജി M. ജോണിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. മെയ് 21 ടൂറിസം ഡയറക്ടർ വിവിധ സംഘടനകളുടെ യോഗം ചേർന്നിരുന്നുവെന്നും ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് യോഗമെന്നും ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുമായിരുന്നു ചോദ്യം. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ടൂറിസം ഡയറക്ടർ യോഗം ചേർന്നത്. ടൂറിസം മന്ത്രിക്ക് അറിയാത്ത യോഗമാണെന്ന് ഡയറക്ടർ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡയറക്ടർ കുറിപ്പ് ഇറക്കിയതിനു പുറമെ താനും നിലപാട് വ്യക്തമാക്കിയതാണെന്നും മന്ത്രി വിശദീകരിച്ചു. സർക്കാർ അധികാരത്തിൽ വന്നതിലും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരിലും പ്രതിപക്ഷത്തെ എല്ലാവരും തൃപ്തരായി കൊള്ളണമെന്നില്ല. മന്ത്രിമാർ രാജിവെക്കണമെന്നതുൾപ്പെടെ പല ആഗ്രഹങ്ങളുമുണ്ടാകാം. പല നെഗറ്റീവ് സൃഷ്ടിക്കാൻ ആഗ്രഹങ്ങളുമുണ്ടാകാം. ആ ഫ്രെയിമിലേക്ക് തന്നെ പെടുത്തേണ്ടതില്ലെന്നും മന്ത്രി റിയാസ് കൂട്ടിച്ചേർത്തു.
വിനോദസഞ്ചാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ട്രാവൽ മാർട്ട് സൊസൈറ്റി, ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ, അസോസിയേഷൻ അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള തുടങ്ങിയ സംഘടനകൾ സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലും വകുപ്പ് സെക്രട്ടറിമാരുമായി നടത്തിയ യോഗത്തിലെ ടൂറിസം വ്യവസായ വികസനം സംബന്ധിച്ചും ചർച്ച നടത്താൻ ചീഫ് സെക്രട്ടറി ടൂറിസം വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഓൺലൈൻ യോഗം ചേർന്നിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. 24 വർഷത്തിനു ശേഷം ഉത്തര കൊറിയ സന്ദർശിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം സംബന്ധിച്ച് ഇവർ ചർച്ച നടത്തും. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബലോസോവിനും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനും ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവാക്കിനുമൊപ്പമാണ് പുടിൻ ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യോങ്ങിൽ എത്തിയത്. പാശ്ചാത്യ ലോകത്തോടുള്ള ഇരു നേതാക്കളുടെയും സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ പുടിന്റെ സന്ദർശനത്തെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ കൈമാറ്റത്തെ യുഎസും ദക്ഷിണ കൊറിയയും ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിരുന്നു. എന്നാൽ ആയുധ കൈമാറ്റം നടന്നിട്ടില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങളും സ്വീകരിച്ചത്. ഉത്തര കൊറിയയുമായി ആയുധ കരാറിൽ ഏർപ്പെടാൻ യുഎന്നിന്റെ വിലക്കുള്ളതാണ്. 2023 സെപ്റ്റംബറിൽ കിം റഷ്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. റഷ്യയുടെ സൈനിക സാങ്കേതിക വിദ്യയും ആണവ മുങ്ങിക്കപ്പലും ലക്ഷ്യമിട്ടായിരുന്നു കിമ്മിന്റെ സന്ദർശനം. യുക്രൈനിൽ റഷ്യയ്ക്ക് ലഭ്യത കുറവുള്ള പടക്കോപ്പുകൾ ഉത്തര കൊറിയ പകരം നൽകുമെന്നും അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. കിമ്മിന്റെ റഷ്യൻ സന്ദർശനം പാശ്ചാത്യ രാജ്യങ്ങളെ അസ്വസ്ഥരാക്കിയിരുന്നു. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം വിരളമായിട്ടാണ് പുടിൻ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു ലോക നേതാവിന് ഉത്തര കൊറിയയും ആതിഥ്യമരുളുന്നത്. 2000 ജൂലൈയിലാണ് പുടിൻ ഇതിനു മുൻപ് തലസ്ഥാനമായ പ്യോങ്യാങ് സന്ദർശിച്ചത്. റഷ്യൻ പ്രസിഡന്റായി പുടിൻ ആദ്യമായി അധികാരത്തിലെത്തിയ വർഷമായിരുന്നു ഇത്. അന്ന് ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഇൽ ആയിരുന്നു. T20 ലോകകപ്പിൽ സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞപ്പോൾ വമ്പന്മാരായ പാകിസ്ഥാനും ന്യൂസിലൻഡും ശ്രീലങ്കയുമെല്ലാം പുറത്തായപ്പോൾ സൂപ്പർ 8-ലെത്തിയത് അമേരിക്കയും അഫ്ഗാനിസ്ഥാനും. ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക, ഇംഗ്ലണ്ട് എന്നിവരടങ്ങുന്നതാണ് സൂപ്പർ 8-ലെ ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1-ൽ ഇന്ത്യ, ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ടീമുകളാണുള്ളത്. ഗ്രൂപ്പിലെ ടീമുകൾ പരസ്പരം മത്സരിച്ച് മുന്നിലെത്തുന്ന 2 ടീമുകൾ സെമിയിലെത്തുന്ന രീതിയിലാണ് മത്സരക്രമം. അരങ്ങേറ്റത്തിൽ തന്നെ അമ്പരപ്പിച്ച അമേരിക്കയും കുഞ്ഞന്മാരായി നേപ്പാളിന് മുന്നിൽ വിറച്ചെങ്കിലും വീഴാതെ അപരാജിതരായി സൂപ്പർ 8-ലെത്തിയ ദക്ഷിണാഫ്രിക്കയുമാണ് ഇന്ന് ആന്റിഗ്വയിലെ വിവിയൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8-ന് തുടങ്ങുന്ന ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ആതിഥേയരെങ്കിലും അരങ്ങേറ്റക്കാരായ അമേരിക്കയുടെ മുന്നേറ്റം ആരും പ്രതീക്ഷിക്കാത്തതാണ്. ആദ്യ മത്സരത്തിൽ കാനഡയെ തോൽപ്പിച്ചു. സൂപ്പർ ഓവറിൽ പാകിസ്ഥാനെ വീഴ്ത്തി. ഇന്ത്യയെ വിറപ്പിച്ച് കീഴടങ്ങി. അവസാന മത്സരം മഴ മുടക്കിയതോടെ പാകിസ്ഥാനെ നാട്ടിലേക്ക് പറഞ്ഞയച്ച് സൂപ്പർ 8-ലെത്തി. ദക്ഷിണാഫ്രിക്കയുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന ടീമല്ല അമേരിക്ക. എന്നാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നത് അവരുടെ പൊരുതാനുള്ള ശക്തി കൂട്ടും. ആരോൺ ജോൺസിന്റെ ചുമലിലാണ് ബാറ്റിംഗ് പ്രതീക്ഷകൾ അത്രയും. മോനാങ് പട്ടേലും സ്റ്റീവൻ ടെയ്ലറും കോറി ആൻഡേഴ്സണുമെല്ലാം റണ്ണടിക്കാൻ കരുത്തുള്ളവർ. ബൌളിംഗ് സ്ക്വാഡിൽ സൗരഭ് നേത്രവൽക്കർ മികച്ച ഫോമിൽ. അലിഖാൻ കൂടി തിരിച്ചെത്തിയത് ടീമിന് ഗുണം ചെയ്യും. എന്നാൽ ഇതൊന്നും ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കില്ല. ക്വിന്റൻ ഡിക്കോക്കും ഹെൻഡ്രിക്സ് ഓപ്പണിംഗ് സഖ്യം ഏത് ബൌളിംഗ് നിരക്കും വെല്ലുവിളിയാണ്. എയ്ഡൻ മാർക്രം, ട്രിസ്റ്റൻ സ്റ്റോപ്സ്, ഡേവിഡ് മില്ലർ, ഹെൻറിച്ച് ക്ലാസൻ എന്നിങ്ങനെ സമ്പന്നമായ ബാറ്റിംഗ് നിര. ടബ്രൈസ് ഷംസിയും കാഗിസോ റബാഡയും ആറിഷ് നോർക്കയും അടങ്ങിയ അപകടകാരികളായ ബൌളിംഗ് നിര. കടലാസിൽ ഏറെ മുന്നിലാണ് ദക്ഷിണാഫ്രിക്ക. എന്നാൽ ലോകകപ്പിൽ വൻ ജയങ്ങൾ നേടാനായിട്ടില്ല എന്നതാണ് ടീമിന്റെ പേടി. അവസാന മത്സരത്തിൽ 1 റൺസിനാണ് ദുർബലരായ നേപ്പാളിനോട് ജയിച്ചത്. ആ നാണക്കേട് മാറ്റാൻ കൂടിയാണ് ടീം ഇന്നിറങ്ങുന്നത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.